പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ഇ.ടി. മുഹമ്മദ് ബഷീറും മലപ്പുറം പൊന്നാനി സീറ്റുകൾ പരസ്പരം മാറ്റണമെന്ന ആവശ്യം മുസ്ലിം ലീഗിൽ ശക്തമാകുന്നു. പൊന്നാനിയിൽ കടുത്ത മത്സരമാകുമെന്നിരിക്കെ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചാൽ ജയം ഉറപ്പാണെന്നും 2 സീറ്റുകളും നിലനിർത്താൻ അനായാസം സാധിക്കുമെന്നുമാണ് മാറ്റം ആവശ്യപ്പെടുന്നവരുടെ നിലപാട്. എന്നാൽ ഈ നീക്കത്തോട് കുഞ്ഞാലിക്കുട്ടിക്ക് യോജിപ്പില്ലെന്നാണ് സൂചന. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ് മലപ്പുറം എന്നിരിക്കെ പൊന്നാനി ചുവന്നുകൊണ്ടിരിക്കുകയാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 ഇടതിന് മേൽക്കൈയുണ്ട്. തിരൂരങ്ങാടിയിലാകട്ടെ ലീഗിന് പഴയ ആധിപത്യം അവകാശപ്പെടാനുമാകില്ല. ഇതിനു പുറമെ ശക്തമായ ഇ.ടി. മുഹമ്മദ് ബഷീർ വിരുദ്ധ വികാരവും മണ്ഡലത്തിലുണ്ട്. ഇ.ടിക്കെതിരായ പ്രമേയം യൂത്ത് കോൺഗ്രസ് പിൻവലിച്ച് മാപ്പ് പറഞ്ഞെങ്കിലും ഈ വിരോധം ബാലറ്റിൽ വന്നേക്കുമെന്ന ആശങ്കയും ശക്തം. ഈ സാഹചര്യത്തിലാണ് പൊന്നാനിയിൽ നിന്നും ചുവടുമാറ്റാൻ ഇ.ടി. മുഹമ്മദ് ബഷീർ ശ്രമം നടത്തുന്നത്. 2 സീറ്റുകളും ഉറപ്പാക്കാൻ ഈ നീക്കം കൊണ്ട് സാധിക്കുമെന്ന് ഇ.ടിക്കൊപ്പമുള്ളവരും കരുതുന്നു. ഇവർ ഇക്കാര്യം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ മലപ്പുറത്തുനിന്നും മാറ്റുക അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് താൽപ്പര്യമില്ലെങ്കിൽ. മലപ്പുറം പോലെ ഒരു സുരക്ഷിത മണ്ഡലം വിട്ട് പൊന്നാനിയിൽ ഒരു ഞാണിന്മേൽ കളിക്ക് നിൽക്കാൻ കുഞ്ഞാലിക്കുട്ടി ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ പാണക്കാട് ഹൈദരലി തങ്ങളുടെ തീരുമാനമാകും ഇതിൽ നിർണായകം. പാർട്ടി വളരെ ഗൗരവകരമായി തന്നെയാണ് ഈ പറയുന്ന 2 മണ്ഡലങ്ങളെ ഇപ്പോഴും കാണുന്നത്, പ്രത്യേകിച്ചും മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ ഹൈദരലി തങ്ങൾ. അതുകൊണ്ട് തന്നെ മലപ്പുറം പോലെ ഒരു ഉറച്ചൊരു മണ്ഡലത്തിൽ കുറച്ചുകൂടെ സേഫായിട്ട് ഇ.ടി. മുഹമ്മദ് ബഷീറിനെ നിർത്തുക, പൊന്നാനി പോലെ അല്പം പതറും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലത്തിൽ അവരുടെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ മത്സരിപ്പിക്കുക എന്നൊരു പദ്ധതിയിലേക്ക് മുസ്ലിം ലീഗ് മാറിയാൽ അത്ഭുതപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പൊന്നാനിയിൽ മത്സരിക്കാൻ കുഞ്ഞാലിക്കുട്ടി നിർബന്ധിതനായാൽ അത് പാർട്ടിയിലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. പാർട്ടിക്കുള്ളിൽ കുഞ്ഞാലിക്കുട്ടിയുടെ അപ്രമാദിത്വം തന്നെ ഇല്ലാതെയാക്കുന്ന നടപടിയാകുമത്. ഈ സാഹചര്യത്തിൽ പാർട്ടിയുടെ അഭിമാനമാണോ കുഞ്ഞാലിക്കുട്ടിയുടെ അതീശത്വമാണോ വലുത് എന്ന ബുദ്ധിമുട്ടേറിയ സമസ്യയാണ് പാർട്ടിക്കുള്ളിൽ ചർച്ചയാകുന്നത്. മലപ്പുറത്തുനിന്നും CV അനുമോദ്, ന്യൂസ് 18. RMPയെ UDFിലേക്ക് ക്ഷണിച്ച് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അധികകാലം RMPക്ക് ഒറ്റയ്ക്ക് നിൽക്കാനാകില്ലെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. മുന്നണിയുടെ ഭാഗമാകാനില്ലെന്നും തെരഞ്ഞെടുപ്പിൽ CPMനെ പരാജയപ്പെടുത്താൻ അടവ് നയം സ്വീകരിക്കുമെന്നുമാണ് RMPയുടെ പ്രതികരണം. രണ്ടു തവണ കൈവിട്ട വടകര ഇത്തവണ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് CPM പ്രതീക്ഷ. വടകരയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് RMPയും. മുല്ലപ്പള്ളി 2 തവണ വിജയിച്ച മണ്ഡലം നിലനിർത്താൻ UDFന് RMP വോട്ടുകൾ നിർണായകമാണ്. ഈ സാഹചര്യത്തിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ക്ഷണം. RMP ഇതുവരെ ഒരു ചർച്ചയുമായിട്ട് വന്നിട്ടില്ല. പിന്നെ RMPയെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് നന്നായിട്ട് വിലയിരുത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് RMP. അവർക്ക് ദേശീയ രാഷ്ട്രീയ സ്ഥിതികൾ വിലയിരുത്തിക്കൊണ്ട്, കേരള രാഷ്ട്രീയത്തെ വിലയിരുത്തിക്കൊണ്ട് അവർക്ക് ജനാധിപത്യ മതേതര ശക്തികളുടെ കൂടെ മാത്രമേ നിൽക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു വേദിയിൽ മാത്രമേ അവർക്ക് പ്രത്യക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അവർ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് RMP പറയുന്നതെങ്കിലും തീരുമാനം മാറിയേക്കും. മുന്നണിയുടെ ഭാഗമാകാനില്ലെങ്കിലും കോൺഗ്രസുമായി ചർച്ചയ്ക്ക് RMP തയ്യാറാണ്. CPMനെ പരാജയപ്പെടുത്താൻ അടവു നയം സ്വീകരിക്കുമെന്ന് RMP സംസ്ഥാന സെക്രട്ടറി N. വേണു. അതുപോലുള്ള കാര്യങ്ങളിലും യോജിക്കാൻ കഴിയുന്ന ജനാധിപത്യ പാർട്ടികളൊക്കെ യോജിച്ചുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തുടരുക തന്നെ ചെയ്യും. അത് ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. വടകരയിൽ 3000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ CPMലെ AN ഷംസീർ പരാജയപ്പെട്ടത്. ലോക് താന്ത്രിക് ദൾ മുന്നണിയിലെത്തിയതോടെ CPM വടകരയിൽ ഏറെ പ്രതീക്ഷ വെച്ചുപുലർത്തുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17,000-ഓളം വോട്ടാണ് RMPക്ക് ലഭിച്ചത്. ഈ വോട്ടുകൾ UDFിലെത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമം. ന്യൂസ് 18 കണ്ണൂർ, കോഴിക്കോട്. ആലപ്പുഴയിൽ ഇക്കുറി CPM ജയിക്കുമെന്ന് മന്ത്രി തോമസ് ഐസക്. MLAമാരെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതില്ല. മണ്ഡലത്തിൽ മന്ത്രിമാർ മത്സരിക്കേണ്ട സാഹചര്യവുമില്ല. തീരദേശ ന്യൂനപക്ഷ പരിഗണനകൾ നിശ്ചയിച്ചാകും സ്ഥാനാർത്ഥി നിർണയമെന്നും ഐസക് ന്യൂസ് 18നോട് പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള പ്രമുഖ നേതാക്കന്മാരിൽ ഒരാളും ഒപ്പം തന്നെ ധനകാര്യമന്ത്രിയുമായ ഡോക്ടർ TM തോമസ് ഐസക് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് തന്നെ ഇത്തവണത്തെ ഇടതുമുന്നണിയുടെ പ്രതീക്ഷകളെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. സാറേ, ഇടതുമുന്നണി നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ചുവന്നു വരുന്നൊരു മണ്ഡലം. ഹരിപ്പാട് ഒഴിച്ച് ബാക്കിയെല്ലാം ഇടതുമുന്നണിയുടെ കയ്യിലാണ്. പക്ഷെ എന്താണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നത്? അത് ഈ മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFന് ഒരു മുൻഗണന വരാറുണ്ട്. UDF അടിഞ്ഞുപോയ കാലമുണ്ട്, 2 സീറ്റ് മാത്രം കിട്ടി കേരളത്തിൽ ഒതുങ്ങിയ കാലമുണ്ട്.
അപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴും അങ്ങോട്ട് നീങ്ങാനാണ് സാധ്യത. UDF തിരിച്ചടിയിലേക്ക് പോകാനാണ്. ആലപ്പുഴ മണ്ഡലത്തിൽ പൊതുവെ പരിഗണിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ ഒന്നാണ് ഡോക്ടർ TM തോമസ് ഐസക്കിന്റെയും ഒപ്പം ജി സുധാകരനെയും അടക്കമുള്ള മുൻനിര നേതാക്കന്മാരുടെ പേരുകളടക്കം വരുന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് രംഗത്തേക്കുണ്ടാവും. ഇന്നത്തെ സുവിശേഷത്തിൽ മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല, പല സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷത്തിനുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഇയാൾ നിന്നാലേ ജയിക്കൂ എന്നൊക്കെ. ഇപ്പം അത്ര അങ്ങനെയല്ല. അതുകൊണ്ടാണ് പല പേരുകൾ വന്നിട്ടുള്ളത്. പക്ഷേ പാർട്ടി തീരുമാനിക്കും. പക്ഷെ ഞങ്ങൾ മന്ത്രിമാരും മത്സരിക്കേണ്ടെന്നുള്ളതാണ് പൊതുസമീപം ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതൊരു പ്രശ്നമേ അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ മണ്ഡലം ഒരാളെ കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റുന്ന മണ്ഡലം എന്നുള്ളതില്ല. രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ളതാണ്. നല്ലൊരു സ്ഥാനാർത്ഥി നിർത്തി ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ലൊരു മത്സരം കാഴ്ചവെച്ചാൽ ജയിക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. മന്ത്രിമാരെ മാറ്റി നിർത്തുമ്പോൾ പോലും നിയമസഭ MLA-മാരെ അടക്കമുള്ള ആളുകളുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. AM ആരിഫ് അടക്കമുള്ളവരുടെ സാധ്യതാ ലിസ്റ്റിൽ വരുന്ന പേരുകളാണ്. അത്തരത്തിൽ മന്ത്രിമാർ മാറി നിൽക്കുമ്പോൾ MLA-മാരെ പരിഗണിക്കാത്തൊരു സാഹചര്യം കൂടി ഉണ്ടാവുമോ? കാരണം അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ കഴിയത്തില്ല. അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ എന്തിനു മാറ്റി നിർത്തണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മന്ത്രിമാർക്ക് ചുമതലയുണ്ടല്ലോ, ആ ചുമതല ഒഴിയേണ്ട കാര്യമില്ല. അപ്പോൾ അത് അവധാനതയോടെ പാർട്ടി ചർച്ച ചെയ്ത് ഒരു തീരുമാനം കൈക്കൊള്ളും. ഞാൻ അതിനെക്കുറിച്ച് സ്പെക്കുലേറ്റ് ചെയ്യുന്നില്ല. ആലപ്പുഴയിൽ ലെഫ്റ്റിന് ഒരു അടിസ്ഥാനം ഉള്ള പ്രദേശമാണ്. ലെഫ്റ്റിന് മാത്രമായിട്ട് ഒരു 40% വോട്ടുകൾ സമാഹരിക്കാൻ പറ്റും, ഒരു പ്രയാസമില്ലാതെ. അപ്പോൾ അതിന് പുറത്തുനിന്ന് കുറച്ച് വോട്ട് മേടിക്കാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ നല്ല രീതിയിൽ ജയിച്ചു വരും. അപ്പോൾ ആ പരിഗണന നോക്കും. തീരദേശമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ളതാണോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണോ തുടങ്ങിയിട്ടുള്ള പരിഗണനകൾ ഞങ്ങൾ നിശ്ചയമായിട്ടും കണക്കിലെടുക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ അതുതന്നെയാണ്. ആലപ്പുഴ മണ്ഡലം ഇത്തവണ ഇടതുപക്ഷം പിടിച്ചെടുക്കുമെന്ന ശക്തമായ തീരുമാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന് തക്ക ഒരു സ്ഥാനാർത്ഥിയും ആലപ്പുഴ മണ്ഡലത്തിൽ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. ഉമ്മൻചാണ്ടി മത്സരിക്കുന്നത് നല്ലതാണെന്ന് ആവർത്തിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഡൽഹി രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിക്ക് വലിയ സ്പേസ് ഉണ്ട്. MLA-മാർ മത്സരിക്കുന്ന കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ന്യൂസ് 18 വരികൾക്കിടയിൽ എന്ന പരിപാടിയിലായിരുന്നു പ്രതികരണം. ഉമ്മൻചാണ്ടി മത്സരിച്ചാൽ അത് പാർട്ടിക്ക് നല്ലതാണെന്ന് പറയുന്നൊരു ചർച്ചയ്ക്ക് താങ്കൾ തന്നെ തുടക്കം കുറിച്ചൊരു ഓപ്പൺ അഭിപ്രായം പറഞ്ഞത്. ഞാൻ തുടക്കം കുറിച്ചല്ല, നിങ്ങളെപ്പോലുള്ള പത്രലേഖകർ ചോദിച്ചപ്പോൾ പറഞ്ഞു. പറയാതെയിരിക്കാം. പക്ഷേ താങ്കൾ പറഞ്ഞോട് ചർച്ചയായി. നമ്മളെന്തിനാ ഇങ്ങനെയൊക്കെ നമ്മളെ വളച്ചു കെട്ടേണ്ട കാര്യമൊന്നുമില്ല. പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയാം. ഇപ്പോൾ അദ്ദേഹം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹി പോളിറ്റിക്സിൽ ഒരു സ്പേസ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ട്. ആ സ്പേസ് വർദ്ധിപ്പിക്കാനും സാധിക്കും. ഇതൊക്കെ വെച്ചുകൊണ്ടല്ലാതെ അതൊരു ഇന്നസെൻ്റായ ഒരു സിൻസിയർ കമൻ്റായിട്ട് മാത്രം കണ്ടാൽ മതി. MLA-മാർ മത്സര രംഗത്തേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു സാധ്യത പാർട്ടിക്ക് മുമ്പിൽ ഇപ്പോഴും ഞങ്ങൾ തീരുമാനിച്ചത് MLA-മാർ വേണ്ടെന്നുള്ള. അതിന് അയവ് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു റിലാക്സ് ചെയ്യണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കണം. BDJS തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ പിളർപ്പ്. മുൻ ജില്ലാ പ്രസിഡന്റ് ചൂഴാൽ നിർമ്മലിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗമാണ് പുതിയ പാർട്ടി രൂപീകരിച്ചത്. BDJS-ലെ പിളർപ്പ് കാര്യമാക്കേണ്ടെന്ന നിലപാടിലാണ് BJP നേതൃത്വം. തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലം പ്രസിഡന്റുമാരിൽ 11 പേരും തങ്ങൾക്കൊപ്പമുണ്ടെന്നാണ് വിമത വിഭാഗത്തിന്റെ അവകാശവാദം. മുൻ ജില്ലാ പ്രസിഡന്റ് ചൂഴാൽ നിർമ്മലന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പുതിയ പാർട്ടിയും പ്രഖ്യാപിച്ചു. BDJS ഡെമോക്രാറ്റിക് എന്നാണ് പേര്. തുഷാർ വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയമറിയാത്തത് വലിയ പ്രതിസന്ധിയാണെന്നും ഇതാണ് പിളർപ്പിലേക്ക് എത്തിച്ചതെന്നുമാണ് ഇവരുടെ വാദം. പാർട്ടി അധ്യക്ഷനോടൊപ്പം ചേർന്ന ചില പാർട്ടിയുടെ ഉപജാപക വൃത്തങ്ങളായ സംസ്ഥാന നേതാക്കൾ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തകർക്കുവാൻ വേണ്ടി ഒട്ടനവധി സമര പോരാട്ടങ്ങളിൽ നിന്നും പാർട്ടിയെ പിന്തിരിപ്പിച്ചു. ജനാധിപത്യം നശിച്ചതുകൊണ്ടാണ് ഡെമോക്രാറ്റിക്സ് എന്ന നാമോദയത്തിൽ BDJS സംസ്ഥാന തലത്തിൽ തന്നെ ഇന്ന് പിളർന്ന് ഒരു പുതിയ സംവിധാനത്തിന് വേണ്ടി രൂപം കൊടുക്കുന്നു. തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിലുള്ള ചിലരെ പുറത്താക്കിയതാണ് ഇപ്പോഴത്തെ പിളർപ്പിലേക്ക് BDJS-നെ എത്തിച്ചത്. പുതിയ പാർട്ടിയിലേക്ക് മറ്റു ജില്ലകളിൽ നിന്നും നിരവധി പേർ എത്തുമെന്നാണ് വിമത വിഭാഗത്തിന്റെ വാദം. അതേസമയം BDJS-ലെ പ്രതിസന്ധിയിൽ തൽക്കാലം ഇടപെടേണ്ട എന്നതാണ് BJP-യുടെ തീരുമാനം. BDJS ഒന്നടങ്കം NDA-യുടെ ഘടകകക്ഷിയായി ആർക്കും വേർപെടുത്താനാകാത്തവണ്ണം യോജിച്ചു നിൽക്കുന്നു. ഒരു പ്രശ്നങ്ങളുമില്ല, പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല. പാർട്ടിയിൽ പിളർപ്പുണ്ടായിട്ടില്ലെന്നും
സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കിയവരാണ് ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിലെന്നും BDJS നേതൃത്വം പ്രതികരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടാക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം. ഡൽഹിയിൽ 6 ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വെസ്റ്റ് ഡൽഹിയിലെ സ്ഥാനാർത്ഥിയെ വൈകാതെ പ്രഖ്യാപിക്കുമെന്നും പാർട്ടി അറിയിച്ചു. കോൺഗ്രസുമായി ചേർന്ന് മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ അവസാനിച്ചു. ശക്തികേന്ദ്രമായ ഡൽഹിയിൽ ഒറ്റയ്ക്ക് നിന്ന് കരുത്തുകാട്ടാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. तो अब टाइम बहुत कम है, इसलिए पार्टी ने निर्णय लिया है. जिस तरह विधानसभा चुनाव में हमने कांग्रेस भाजपा दोनों को हराया था, इस बार लोकसभा चुनाव में भी दिल्ली की जनता जो है कांग्रेस भाजपा को हराएगी, अपने सांसद जिताएगी और दिल्ली को पूर्ण राज्य बनाएगी. ആകെയുള്ള 7 ലോക്സഭാ സീറ്റിൽ 6ലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആം ആദ്മി പാർട്ടി പ്രചാരണം തുടങ്ങി. ആതിഷി, രാഘവ് ചന്ദ്, പങ്കജ് ഗുപ്ത, ദിലീപ് പാണ്ഡെ, ഗഗൻ സിംഗ്, ബ്രജേഷ് ഗോയൽ എന്നിവരാണ് AAPക്കായി കളത്തിലിറങ്ങുക. വെസ്റ്റ് ഡൽഹിയിലെ സ്ഥാനാർത്ഥിയെ മാത്രമാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഒരിടത്തും ആം ആദ്മി പാർട്ടിക്ക് വിജയിക്കാനായില്ല. മുഴുവൻ സീറ്റുകളിലും BJPയാണ് ജയിച്ചത്. എന്നാൽ തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വൻ വിജയം നേടി. 70 നിയമസഭാ സീറ്റുകളിൽ 67 പിടിച്ചാണ് ഡൽഹിയിൽ ഭരണം നേടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ വിജയം ആവർത്തിക്കാമെന്നാണ് AAP പ്രതീക്ഷ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. മഹാരാഷ്ട്ര പിടിക്കാൻ ചേരികളിൽ വീടെന്ന വാഗ്ദാനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. അധികാരത്തിലെത്തിയാൽ 10 ദിവസത്തിനുള്ളിൽ 500 സ്ക്വയർ ഫീറ്റിൽ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് പ്രഖ്യാപനം. രാജ്യത്തിന്റെ കാവൽക്കാരൻ കള്ളൻ മാത്രമല്ല, നെഞ്ചുറപ്പില്ലാത്ത ആളാണെന്നും രാഹുൽ പറഞ്ഞു. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ചതിന് പിന്നാലെ കാർഷിക വായ്പകൾ എഴുതിത്തള്ളുമെന്ന വാഗ്ദാനം കോൺഗ്രസ് നടപ്പാക്കിയിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് മഹാരാഷ്ട്ര പിടിക്കാൻ കോൺഗ്രസിന്റെ പുതിയ വാഗ്ദാനം. അധികാരത്തിലെത്തിയാൽ മുംബൈയിലെ ചേരികളിൽ 500 സ്ക്വയർ ഫീറ്റിൽ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് കോൺഗ്രസ് റാലിയിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. 10 ദിവസത്തിനകം വാഗ്ദാനം നടപ്പാക്കും. എന്നാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന് കഴിയുമെന്നും രാഹുൽ. കോൺഗ്രസ് പാർട്ടി की सरकार आएगी, 10 दिन लगेंगे. गिन लेना आप, 1 2 3 4 5 6 7 8 9 10 और पता लगा, और हिंदुस्तान को पता लगा कि जब कांग्रेस पार्टी कुछ कहती है 10 दिन की बात करती है तो 2 दिन में करके दिखा देती है. റാലിയിൽ പ്രധാനമന്ത്രിക്കും BJPക്കുമെതിരെ രാഹുൽ ആഞ്ഞടിച്ചു. രാജ്യത്തിന്റെ കാവൽക്കാരൻ കള്ളൻ മാത്രമല്ല, നെഞ്ചുറപ്പില്ലാത്ത ആളുമാണ്. പാർലമെന്റിൽ റഫാലിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മുഖത്തു നോക്കാത്ത മോദി അവിടെയും ഇവിടെയും നോക്കിയിരിക്കുകയാണെന്നും രാഹുൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഈ വർഷം അവസാനമായിരിക്കും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ്. NCPയും ചെറുപാർട്ടികളുമായുള്ള മഹാസഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നിയമസഭയും പിടിക്കാമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ആദ്യ വനിത ആരാണ്? ഇന്ദിരാഗാന്ധി എന്നാണ് ചരിത്രം. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഓഫീസും പറയുന്നത് അത് നിർമ്മല സീതാരാമൻ എന്നാണ്. ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ മോദി ആ അധ്യായം വിട്ടുപോയതാകാമെന്നാണ് കോൺഗ്രസിന്റെ പരിഹാസം. I am proud that India's first woman defense minister, Nirmala ji, is from Tamil Nadu. Every Indian is proud that the brave wing commander Abhinandan belongs to Tamil Nadu. ഇന്നലെ കന്യാകുമാരിയിലെ റാലിയിലാണ് മോദി ഇത് പറഞ്ഞത്. അഭിനന്ദൻ വർദ്ധമാൻ തമിഴ്നാട്ടുകാരനായതിനാൽ അഭിമാനമുണ്ടെന്നും ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനും തമിഴ്നാട്ടിൽ നിന്നാണെന്നുമായിരുന്നു പരാമർശം. അതെങ്ങനെ ശരിയാകുമെന്ന ചോദ്യങ്ങൾ പിന്നാലെ ഉയർന്നു. പ്രതിരോധ മന്ത്രിയായ ആദ്യ വനിത ഇന്ദിരാഗാന്ധി എന്നതാണ് വസ്തുത. 1975-ലും 1980-ലും ഇന്ദിരാഗാന്ധി പ്രതിരോധ വകുപ്പിന്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. ഇക്കാലയളവുകളിൽ ഇന്ദിര പ്രധാനമന്ത്രിയായിരുന്നു. പ്രസംഗത്തിലെ പിഴവ് പ്രധാനമന്ത്രിയുടെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിലും ആവർത്തിച്ചു. നിരവധി പേർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയെങ്കിലും തിരുത്താൻ തയ്യാറായിട്ടില്ല. ഒടുവിൽ മറുപടിയുമായി കോൺഗ്രസ് തന്നെ എത്തി. പ്രധാനമന്ത്രി ഓർമ്മ പുതുക്കണം. പൊളിറ്റിക്കൽ സയൻസ് ഡിഗ്രി ചെയ്യുമ്പോൾ ഈ അധ്യായം വിട്ടുപോയതാകാമെന്നാണ് പരിഹാസം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ട്രക്കും തേപ്പുപെട്ടിയുമില്ലാത്ത തെരഞ്ഞെടുപ്പോ? തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളിൽ നിന്ന് ട്രക്കും തേപ്പുപെട്ടിയും നീക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് തെലങ്കാന ഹൈക്കോടതി വിശദീകരണം ചോദിച്ചു. കാറിനുള്ള വോട്ട് ട്രക്ക് കൊണ്ടുപോകുന്നുവെന്ന TRS പരാതിയെ തുടർന്നായിരുന്നു ചിഹ്നം നീക്കാൻ കമ്മീഷൻ തീരുമാനിച്ചത്.
കാറിനുള്ള വോട്ട് ട്രക്ക് കൊണ്ടുപോകുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ TRSന്റെ പരാതി ഇങ്ങനെയായിരുന്നു. TRSന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ് കാർ. കമ്മീഷൻ സ്വതന്ത്ര ഇനങ്ങളാണ് ട്രക്കും, തേപ്പുപെട്ടിയും, ക്യാമറയും, ട്രാക്ടറുമെല്ലാം. ഈ 4 ചിഹ്നങ്ങൾ TRS വോട്ട് തട്ടുന്നെന്ന് കാട്ടിയായിരുന്നു ചന്ദ്രശേഖർ റാവു കമ്മീഷനെ സമീപിച്ചത്. പിന്നാലെ ട്രക്കും തേപ്പുപെട്ടിയും കമ്മീഷൻ ആന്ധ്രയിലെയും തെലങ്കാനയിലെയും ചിഹ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ഇതിനെതിരെയുള്ള ഹർജിയിലാണ് തെലങ്കാന ഹൈക്കോടതി കമ്മീഷനോട് വിശദീകരണം തേടിയത്. വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ ചിഹ്നം നീക്കിയതിന് കാരണം രേഖാമൂലം ബോധിപ്പിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്രക്ക് ചിഹ്നം കിട്ടിയ സമാജ്വാദി ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി നൽകിയ ഹർജിയിലാണ് നടപടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രക്കും കാറും തമ്മിൽ പലർക്കും മാറിപ്പോയെന്നാണ് TRS വാദം. ഒരു മണ്ഡലത്തിലെ തോൽവിക്കും 12 വോട്ട് കുറയാനും ഇത് കാരണമായെന്നും അവർ പറയുന്നു. ഇത് സത്യമാണെന്ന് കണക്കുകളും സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിന് പിന്നാലെയാണ് പരാതിയും നീക്കം ചെയ്യലും ഇപ്പോൾ കോടതി കയറലുമെല്ലാം എത്തിയത്. എന്തായാലും ചിഹ്നത്തെ ചൊല്ലിയുള്ള പോര് തെലങ്കാനയിൽ സജീവമാവുകയാണ്. 4 പതിറ്റാണ്ട് മുൻപ് നടന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ അടയാളങ്ങളുണ്ട് ഇപ്പോഴും കോഴിക്കോട് നഗരത്തിൽ. വലിയങ്ങാടിയിലാണ് അടിയന്തരാവസ്ഥയ്ക്കും ഇന്ദിരാഗാന്ധിക്കുമെതിരായ ചുവരെഴുത്ത് മായാതെ കിടക്കുന്നത്. 1977 തെരഞ്ഞെടുപ്പിൽ പക്ഷേ കോഴിക്കോട് മണ്ഡലം കോൺഗ്രസിനൊപ്പം തന്നെ നിന്നു. വലിയങ്ങാടിയിൽ നിന്ന് ഗണ്ണിത്തെരുവ് കയറി മരിക്കാർ ലൈനിലൂടെ ഇത്തിരി ദൂരം നടന്നാൽ ഈ ചുവരെഴുത്തു കാണാം. ജനാധിപത്യം ജയിലറയാക്കിയ ഇന്ദിരാഗാന്ധിക്കെതിരെയാണ് ആഹ്വാനം. 4 പതിറ്റാണ്ട് മഴയും വെയിലും കൊണ്ട എഴുത്ത് മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. പലകെട്ട് ഒരു വന്ന് 2-3 ആൾ വന്ന് ഇതിനെപ്പാടെ ഇതിനെ പറ്റിയിട്ട് ഇതാക്കി. പിന്നെ ഒരു ഗവൺമെൻറ് മുതൽ ഉച്ച വരെ ഒരു ഇതിന് മെനക്കെട്ടിട്ട് എഴുതി. അപ്പോൾ ഞാനിവിടെ പോയിട്ട് ഒലിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത്, ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിനോട് ചില ചായ്പുള്ള ആളാണ്. അപ്പോൾ എനിക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത്. ചെറുപ്പത്തിലെ നമ്മളൊരു ലീഡറുണ്ട് ഇവിടെ, TK എന്ന നേതാവുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ. മുപ്പര ഷോപ്പിൻ്റെ അടുത്താണ്. അപ്പോൾ മുപ്പരെ കൊടുത്ത് ചെറുപ്പത്തിൽ നടന്നിട്ട് ഈ പാർട്ടിയായിട്ടുള്ള ബന്ധമുണ്ട്. അങ്ങനെ അവർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് ഞാനാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള പൊതു തെരഞ്ഞെടുപ്പ്. ഐക്യമുന്നണിയും പ്രതിപക്ഷ മുന്നണിയും ഏറ്റുമുട്ടുന്നു. കോഴിക്കോട് മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സെയ്ദ് മുഹമ്മദും ഭാരതീയ ലോക്ദളിലെ M കമലവും തമ്മിലാണ് മത്സരം. കമലത്തിന്റെ ചിഹ്നം കലപ്പയേന്തിയ കർഷകൻ. രാജ്യം മുഴുവൻ ഇന്ദിരയ്ക്ക് തിരിച്ചടി നൽകിയപ്പോൾ കേരളം ഐക്യമുന്നണിക്കൊപ്പം നിന്നു. M കമലം 13,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. അപ്പോൾ എനിക്ക് നല്ല ഭൂരിപക്ഷത്തെ ജയിക്കാനുള്ള വോട്ടുമുണ്ട്, ജനങ്ങളും എൻ്റെ കൂടെയാണ്. പക്ഷേ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടായിന്, അതേ ഗ്രൂപ്പ് എന്തോ ഒരു കുന്തട്ടേന് അവർ കാല് വാരിക്കളഞ്ഞ്. മൂത്ത മോൻ ഓടി വന്ന് പറഞ്ഞു, അമ്മ തോറ്റുപോയി. ഞാൻ പറഞ്ഞിടാ ജയിക്കും തോൽക്കുന്നൊക്കെ സാധാരണയല്ലേ, എനിക്കൊരു സങ്കടമില്ല, പോകാൻ പറയുന്നു പറഞ്ഞു. അടിയന്തരാവസ്ഥക്കെതിരെ മുദ്രാവാക്യം മുഴക്കി ജയിലിലായ കമലം പിന്നീട് കോൺഗ്രസിൽ തിരിച്ചെത്തി. ഇന്ദിരയുടെ ഇഷ്ടക്കാരിയായി. 1982 കൽപ്പറ്റയിൽ നിന്ന് ജയിച്ച് കരുണാകരൻ മന്ത്രിസഭയിൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ മന്ത്രിയായി. പക്ഷേ ജനാധിപത്യം ജയിലറയാക്കിയ ഇന്ദിരയ്ക്കെതിരായ ചുവരെഴുത്ത് ഇപ്പോഴും മായാതെ കിടക്കുന്നു. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്. ഇനി ചരിത്രം വിചിത്രം. നരേന്ദ്രമോദി ജയിച്ച വാരാണസി ഇന്ന് VVIP മണ്ഡലമാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് CPM-നും അത് VVIP മണ്ഡലമായിരുന്നു. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ CPM-നും അവകാശപ്പെടാനൊരു വിജയമുണ്ട് വാരാണസിയിൽ. ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ വാരാണസിയിലെ കോൺഗ്രസ് കുത്തക തകർത്താണ് 4ാം പൊതുതെരഞ്ഞെടുപ്പിൽ ചെങ്കൊടി പാറിയത്. 3 വട്ടം തുടർച്ചയായി ജയിച്ച കോൺഗ്രസിന്റെ രഘുനാഥ് സിംഗിനെ സത്യനാരായൺ സിംഗ് എന്ന CPM-കാരൻ 18,000 വോട്ടിന് വീഴ്ത്തി. മുമ്പ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമിയുടെ പ്രവർത്തകനായിരുന്നു സത്യനാരായൺ സിംഗ്. സ്വാതന്ത്ര്യത്തിനു ശേഷം RSPയിൽ ചേർന്നു. ഒട്ടനവധി തവണ ജയിൽവാസം അനുഭവിച്ചു. കുറെ നാൾ ഒളിവു ജീവിതവും. 67 തെരഞ്ഞെടുപ്പ് വാരാണസിയിലെ ആദ്യത്തെയും അവസാനത്തെയും കമ്മ്യൂണിസ്റ്റ് വിജയമായിരുന്നു. 84 CPI 2ാം സ്ഥാനത്ത്. കോൺഗ്രസും CPM-ഉം ഭാരതീയ ലോക്ദളും ജനതാദളും മാറി മാറി ജയിച്ച മണ്ഡലം 91 BJP-യുടെ കയ്യിലായി.
91-ലും 96-ലും 98-ലും BJPയോടുള്ള നേർക്കുനേർ പോരാട്ടത്തിൽ CPM രണ്ടാമതെത്തി. രാജ് കിഷോറും ദീനനാഥ് സിംഗ് യാദവുമായിരുന്നു CPMന്റെ സ്ഥാനാർത്ഥികൾ. അപ്പോഴേക്കും BJPയുടെ കുത്തകയായി വാരാണസി. 2009-ൽ BJPയുടെ സമുന്നത നേതാവ് മുരളി മനോഹർ ജോഷി ജയിക്കാൻ വാരാണസി തെരഞ്ഞെടുത്തു. 2014-ൽ നരേന്ദ്രമോദിയും. അരവിന്ദ് കെജ്രിവാളായിരുന്നു മോദിയുടെ മുഖ്യ എതിരാളി. ഒറ്റയ്ക്ക് മത്സരിച്ച CPM അത്തവണ 2457 വോട്ടുമായി 11ാം സ്ഥാനത്തായിരുന്നു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭയിലേക്ക് കൂടുതൽ തവണ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ആരാണ്? രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസിൽ നിന്നോ ഇപ്പോൾ ഭരിക്കുന്ന BJPയിൽ നിന്നോ ആയിരുന്നില്ല ഈ അംഗം. CPI നേതാവായിരുന്ന ഇന്ദ്രജിത് ഗുപ്തയുടെ പേരിലാണ് ഇപ്പോഴും ആ റെക്കോർഡ്. ഈ റിപ്പോർട്ടോടുകൂടി വോട്ട് ഇന്ത്യ വോട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം. തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു CPI നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ ഇന്ദ്രജിത് ഗുപ്ത. 37 വർഷക്കാലത്തെ ലോക്സഭാ അനുഭവമുണ്ട് അദ്ദേഹത്തിന്. 1960-ൽ കൊൽക്കത്ത സൗത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ഇന്ദ്രജിത് ഗുപ്ത ആദ്യമായി സഭയിലെത്തിയത്. 77 മുതൽ 80 വരെയുള്ള ചെറിയ കാലയളവ് ഒഴിച്ചാൽ 2001-ൽ മരണമടയുന്നതുവരെ MP ആയി തുടർന്നു. IK ഗുജറാൾ, HD ദേവഗൌഡ മന്ത്രിസഭകളിൽ ആഭ്യന്തരമന്ത്രിയായി. ഇന്ദ്രജിത് ഗുപ്ത കഴിഞ്ഞാൽ 10 തവണ സഭയിലെത്തിയത് 3 പേരാണ്. മുൻ പ്രധാനമന്ത്രി AB വാജ്പേയി, മുൻ സ്പീക്കർ സോംനാഥ് ചാറ്റർജി, മുൻ കേന്ദ്രമന്ത്രി PM സെയ്ദ് എന്നിവരാണ് ആ 3 പേർ. 1957-ൽ ആദ്യമായി ലോക്സഭയിലെത്തിയ വാജ്പേയി 62-ലും 84-ലും പരാജയപ്പെട്ടു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.